വെൽക്കം ബാക്ക് ടു മിറക്കിൾ കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം. ഞാനൊന്ന് വിളക്ക് തേക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിളക്ക് തേക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ വിളക്കൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് വിളക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വിളക്കുമുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ വിളക്കുണ്ട്. ഈ വലിയ വിളക്ക് എല്ലാ ദിവസമൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ഇപ്പോൾ ഞാൻ ചെറിയ വിളക്കാണ് സ്ഥിരമായിട്ട് കത്തിക്കുന്നത്. വലിയ വിളക്ക് എന്തെങ്കിലും വിശേഷ ദിവസമോ വ്രതമോ അങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഇതാ ചെറിയ വിളക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കരിയും ഓയിലും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ എന്തെങ്കിലും ഒരു തുണി വെച്ചോ നമുക്ക് അതിനകത്തുള്ള ഓയിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റണം. ഇതുപോലെ ഞാൻ മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഭസ്മം ഉപയോഗിച്ചു. ഇത് എല്ലാ അങ്ങാടിക്കടയിലും അല്ലെങ്കിൽ പൂജ സ്റ്റോളിൽ അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. ഈ ഒരു പാക്കറ്റിന് 10 രൂപയുള്ളൂ. ഈ 10 രൂപയുടെ ഒരു പാക്കറ്റ് മേടിച്ചാൽ കുറേ നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു മാസത്തിന് മുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് നമുക്ക് വിളക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ സ്ഥിരമായിട്ട് ഒരു ടിന്നിൽ ഞാൻ ഇതിട്ട് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ കോട്ടൻ്റെ ക്ലോത്താണ്, ഞാൻ സ്ഥിരമായിട്ട് ഈ തുണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതുപോലെ എടുത്ത് വിളക്കിലൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ തേക്കുമ്പോൾ നമുക്ക് ആ തുണിക്കകത്തൊരു ബ്ലാക്ക് കളർ ഇതുപോലെ ബ്ലാക്ക് കളർ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും ആ ഒരു ബ്ലാക്ക് കളർ വരും കേട്ടോ. കയ്യിലും ഇതുപോലെ ബ്ലാക്ക് കളർ വരും. പക്ഷെ നമ്മൾ ആ തുണിയും കയ്യും ഒക്കെ ഒന്ന് കഴുകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പോകും. കൈയായാലും ജസ്റ്റ് സോപ്പിട്ടൊന്ന് കഴുകിയാൽ മാത്രം മതി. അപ്പം തന്നെ ഇത് പോവുകയും ചെയ്യും. അല്ല കറ പോലൊന്നും പിടിച്ചിരിക്കില്ല. അപ്പോൾ ഞാൻ വിളക്ക് ഇപ്പോൾ ചെറിയ വിളക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് തിളങ്ങുന്നുണ്ട് അല്ലേ. ഇനി നമുക്കിതുപോലെ തന്നെ താഴ്ഭാഗം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ പുളിയൊക്കെ ഇട്ട് തേക്കുന്ന സമയത്ത് വിളക്ക് പെട്ടെന്ന് തന്നെ കറുത്ത് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ വിളക്ക് കറുത്ത് പോകുന്നതായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഈ ഭസ്മം ഇട്ട് നമ്മൾ കഴിയുമ്പോൾ കുറേ ദിവസം വിളക്ക് നന്നായിട്ട് തന്നെ ഷൈൻ ചെയ്ത് തന്നെ നിൽക്കുന്നതാണ്. ഇപ്പം ഞാൻ ചെറിയ വിളക്കും കിണ്ടിയും തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ വിളക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. രണ്ടും 2 കളറാണല്ലേ. ഞാൻ ചെറിയ വിളക്ക് നന്നായിട്ട് തേച്ചെടുത്തതാണ്, വലിയ വിളക്ക് തേക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് വലിയ വിളക്ക് നന്നായിട്ടൊന്ന് തേച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഈ തുണി വെച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വിളക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് ഒട്ടും തന്നെ വെള്ളമൊന്നും വേണ്ട. നമുക്ക് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് പതുക്കെ ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ദിവസം വീട്ടിൽ ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു കിണ്ടി അതേ കാണും. അപ്പോൾ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ആയാലും വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. പിന്നെ കുറേ വിളക്കൊക്കെ ഉണ്ടെങ്കിൽ കുറേ അധികം സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് പതുക്കെ ഇരുന്നു തേച്ചെടുക്കുക. ഇപ്പോൾ വിളക്കൊക്കെ ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞ് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മാത്രം മതി. പിന്നെ എനിക്ക് ഉള്ളത് എൻ്റെ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. ഏകദേശം 13 വർഷമായി ഈ ഉണ്ണിക്കണ്ണൻ എൻ്റെ കൂടെ കൂടിയിട്ട്. ഏട്ടൻ്റെ മമ്മി എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നതാണ്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ കുവൈറ്റിൽ പോകുന്ന സമയത്തായിരുന്നു അപ്പോൾ തന്നതാണ്. അപ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ്റെ ഈ ദേഹത്തൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഭസ്മം കയറിയിരിക്കും. അപ്പോൾ ഞാൻ ഇത് മാത്രം ലാസ്റ്റ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. അല്ലെങ്കിൽ ഒരു പൊടി വൈറ്റ് കളർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഉണ്ണിക്കണ്ണൻ കഴുകിയെടുത്ത് നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലല്ല വിളക്ക് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് വിളക്ക് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഇല്ല പുതിയ വിളക്ക് മേടിച്ചതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു രീതിയാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.